ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേഷനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രശ്മിൻ ഭായിയും നമ്മുടെ ജാസ്മിൻ ഗബ്രിയും കൂടി ഇരുന്ന സമയത്ത് രശ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ ഇപ്പോൾ പഴയ ഗെയിമും കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ ഉള്ളത്. അപ്പം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നിൻ്റെ ഗെയിമൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ജാസ്മിൻ പറഞ്ഞു അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പം നീ പഴയ കൂട്ട് തിരിച്ച് നിൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാന്നുള്ള രീതി ജാസ്മിൻ പറഞ്ഞു. സോറി, രശ്മിൻ ഭായ് പറഞ്ഞു. അപ്പോഴത്തേക്ക് ജാസ്മിൻ പറയുകയാണ് ഇതിപ്പോൾ എല്ലാത്തിനും കാരണം എൻ്റെ പാപ്പയാണ്, ആ കോളിന് ശേഷമാണ് ഞാനിങ്ങനെയൊക്കെ ആയിപ്പോയത്. അപ്പം പിന്നെ രശ്മിൻ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഗബ്രിയായിട്ടുള്ള ഇത് കുറച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. സത്യമാണ് അവർ പറഞ്ഞത് കാര്യമുണ്ട്. അങ്ങനെയായി നീ എന്ന ഗെയിമർ തിരിച്ച് വരും എന്നുള്ള രീതി പറയുകയും ചെയ്തു. ഇതാണ് പാവം പിടിച്ചവനുള്ള കാര്യം ഉള്ള പോലെ എങ്ങാണ്ട് ഏതാണ്ടൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു, പറഞ്ഞു കൊടുത്ത്. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതി ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പം കണ്ടറിയാം, 10-25-30 എപ്പിസോഡാകുമ്പം ഈ കോമ്പ് എന്തായാലും അടിച്ച് പിരിയാൻ ചാൻസ് കൂടുതലാണ്. വേറെ അല്ല, ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. പതുക്കെ ഇതിൽ നിന്ന് മാറി നിന്നിട്ട് വേറെ രീതിയിലോട്ട് കഥ കൊണ്ടുപോകാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവനെന്ത് ഈ പറയുന്നതാണ്. അപ്പം ഇത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവരൊരു റൂമിനകത്ത്, ഈ ഡ്രസ്സ് മാറുന്ന റൂമിനകത്ത് ഇരുന്നിട്ട്, ഡ്രസ്സിങ് റൂമിൽ ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു മൈക്കൊക്കെ മാറ്റിയിട്ട്. അത് ബിഗ് ബോസ് പിടിക്കുകയും ചെയ്തായിരുന്നു നൈസായിട്ട്. അത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അത് പുറത്തിങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു. അത് ഇനിയിപ്പോൾ വരും എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ബൈ.